ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു വലിയ പദ്ധതിയുമായി അർമേനിയയിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രതിനിധി സംഘം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തി. അതായത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന അസർബൈജാൻ അർമേനിയൻ അതിർത്തിയിൽ എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അസർബൈജാന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് മറ്റൊരു മുസ്ലിം രാഷ്ട്രമായ തുർക്കിയാണ്. ഒപ്പം പാകിസ്ഥാൻ്റെ പിന്തുണയുമുണ്ട്. അപ്പോൾ തുർക്കിയിൽ നിന്ന് ഇസ്രയേലിൽ നിന്നൊക്കെ ആയുധങ്ങൾ വാങ്ങിച്ച് ശക്തിയുള്ള രാജ്യമായിട്ട് അസർബൈജാൻ മാറി. ഏതാണ്ട് 90% മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു രാജ്യമെന്ന് പറയാം. പക്ഷേ അർമേനിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട താരതമ്യേന ദുർബലമായ ഒരു രാജ്യമാണ്. അവർക്ക് ആയുധങ്ങളൊക്കെ നൽകുന്നത് റഷ്യയായിരുന്നു. അപ്പം റഷ്യയിൽ നിന്ന് ഇപ്പോൾ വേണ്ടത്ര ആയുധങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വില കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ ആയുധങ്ങൾ കിട്ടുന്ന രാജ്യങ്ങളെ അവർ അന്വേഷിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്ന് പിനാക്കെ റോക്കറ്റ് ലോഞ്ച് എന്ന് പറയുന്ന ആയുധം അവർ വാങ്ങി. എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന പിനാക്കെ സിസ്റ്റം വാങ്ങിയതോടുകൂടി അസർബൈജാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരു പരിധിവരെ അർമേനിയക്ക് തടയാൻ സാധിച്ചു. അതുവരെ അസർബൈജാൻ പ്രചരിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ആയുധങ്ങൾ കാര്യക്ഷമത കുറഞ്ഞതാണ്, ലക്ഷ്യത്തെ തകർക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ സൈനിക ദൗത്യത്തിൽ ഇന്ത്യ നടത്തിയ മുന്നേറ്റം ലോകം കണ്ടു. മാത്രമല്ല ആ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ നമ്മൾ ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമൊക്കെ നേരിട്ട് കാണാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും എന്ന രീതിയിലാണ് അർമേനിയയിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അവർ സ്വാതി എന്നു പേരുള്ള ഒരു വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സിസ്റ്റം നേരത്തെ വാങ്ങിയിരുന്നു. ഇതോടുകൂടി അസർബൈജാൻ എവിടെയെങ്കിലും നിന്ന് നമുക്ക് നേരെ ആക്രമണം നടത്താനായിട്ട് ആയുധങ്ങൾ കൂട്ടിവെക്കുകയോ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം സജ്ജമാക്കുകയൊക്കെ ചെയ്താൽ അവർക്കത് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ആയുധങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു, വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെന്ന് അർമേനിയ പരസ്യമായി പ്രസ്താവന ഇറക്കി. ഇതോടുകൂടി അസർബൈജാൻ അപകടം മണത്തും. അങ്ങനെ പതുക്കെ ഇന്ത്യയുമായിട്ട് ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു കരാറിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അതും എർദോഗൻ്റെ തുർക്കിയുടെ പൂർണ്ണമായ സമ്മതമില്ലാതെയാണ് അങ്ങനെ ഒരു ശ്രമം അസർബൈജാൻ നടത്തിയത്. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ഞങ്ങളുമായിട്ട് അർമേനിയ ഇപ്പോൾ നല്ലൊരു ബന്ധത്തിലാണ്, അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ തയ്യാറാണ്. അപ്പോൾ റഷ്യ ഈ അസർബൈജാനെയും അർമേനിയയും ഒരുപോലെ കാണുന്നത് കൊണ്ട് തന്നെ അർമേനിയ താരതമ്യേന ദുർബലമാണെങ്കിലും വലിയ സഹായമൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ ഈ അർമേനിയയെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ 2022-24 കാലഘട്ടത്തിൽ അർമേനിയ ഇറക്കുമതി ചെയ്ത മൊത്തം ആയുധങ്ങളിൽ 40% ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്ത്യൻ ആയുധങ്ങളുടെ കാര്യക്ഷമത അവർ നേരിട്ട് കണ്ടതോടുകൂടി അടുത്ത ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അവർക്ക് വേണം. കാരണം ഈ നാഗർണോ കറാബക്ക് മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും അസർബൈജാനും അർമേനിയയും തമ്മിൽ തർക്കമുണ്ട്. ഒരു പ്രാദേശിക മേഖല ചൊല്ലിയാണ് ഈ തർക്കം. ഇതിൽ തന്നെ 2020 നടന്ന യുദ്ധത്തിൽ അസർബൈജാൻ അർമേനിയയെ പരാജയപ്പെടുത്തി. ഏതാണ്ട് 7000-ഓളം സൈനികരും സാധാരണക്കാരുമൊക്കെ കൊല്ലപ്പെട്ടു. അന്ന് റഷ്യ ഇടപെട്ടാണ് യുദ്ധം നിർത്തിയത്. ഇത്തരത്തിൽ അസർബൈജാന് വലിയൊരു മുൻതൂക്കം ഉണ്ടാകാൻ കാരണം തുർക്കി ആയുധങ്ങളൊക്കെ നൽകി സഹായിച്ചിരുന്നു. ഒപ്പം പാകിസ്ഥാൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ തുർക്കിയും പാകിസ്ഥാനും അസർബൈജാനും ചേർന്നുകൊണ്ട് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അർമേനിയക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താൻ പദ്ധതി ഇടുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് അർമേനിയ നേരിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. ഇനി അവർക്ക് ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധം വേണം. ഒരു രഹസ്യമായ കരാറും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നു എന്നാണ് സൂചനകൾ. അതുകൂടാതെ നമ്മുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രഹ്മോസും അവർക്ക് വേണം. അപ്പോൾ ബ്രഹ്മോസ് കൂടി നൽകുകയാണെങ്കിൽ അവരുടെ ആയുധ കലവറ ഏതാണ്ട് നിറയും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ ആദ്യമായി ഉപയോഗിച്ച പല ആയുധങ്ങളും കൃത്യം അല്ലെങ്കിൽ ലക്ഷ്യം പൂർണ്ണമായിട്ടും ഭേദിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയതോടെ ലോക രാജ്യങ്ങളിൽ പലതും ഇന്ത്യയിലേക്ക് ആയുധം ആവശ്യപ്പെട്ട് വന്നു തുടങ്ങി. പ്രത്യേകിച്ച് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന നിരവധി രാജ്യങ്ങളാണ് ഈ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, സ്വാതി എന്ന് പറയുന്ന റഡാർ സംവിധാനം, ഒപ്പം ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇതൊക്കെ വാങ്ങാനായിട്ട് എത്തിയത്. അപ്പോൾ അർമേനിയ തന്നെ പറഞ്ഞു, ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തെ തുടർന്ന് ഞങ്ങൾക്ക് നല്ല ഒരു
ഡിഫൻസ് പാർട്ണറെ ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്ന കാര്യം മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങൾക്ക് ആയുധം തരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ട പരിശീലനം നൽകുന്നുണ്ട്. മാത്രമല്ല വിലക്കുറവും ഗുണമേന്മയുള്ളതുമായ ആയുധങ്ങളാണ് ഇന്ത്യ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇതേ നിലവാരമുള്ള ആയുധങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്നോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പം അഫോർഡബിൾ പ്രൈസിന് പരിശീലനം ഉൾപ്പെടെ നൽകിക്കൊണ്ട് അർമേനിയയെ ചേർത്ത് പിടിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. മാത്രമല്ല ആയുധങ്ങൾ വാങ്ങിയതിന് ശേഷം ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികൾ ഞങ്ങളുമായിട്ട് നല്ല സഹകരണമാണ് പുലർത്തിയിരുന്നത്, നല്ല ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഒരു സൈനിക സാമ്പത്തിക പാർട്ട്ണറായിട്ട്, ഒരു നല്ല ഫ്രണ്ടായിട്ട് ഈ അർമേനിയ മാറുകയാണ്. മാത്രമല്ല അർമേനിയയിൽ നമുക്കും ചില താല്പര്യമുണ്ട്. ഈ എർദോഗൻ്റെ തുർക്കിയാണ് പാകിസ്ഥാൻ ആയുധങ്ങളൊക്കെ നൽകിയത്, ചൈനയും ഇവർക്ക് ആയുധങ്ങളൊക്കെ നൽകിയിരുന്നു. ഇനി അത്തരത്തിലൊരു കൂട്ടുകെട്ടുമായിട്ട് വന്നാൽ അർമേനിയയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഈ പടക്കളത്തിലേക്ക് വരുന്ന ഒരുപക്ഷെ ഇന്ത്യൻ സൈനികരായിരിക്കും. ഇതും അസർബൈജാൻ വല്ലാതെ ഭയപ്പെടുന്നു. അപ്പം അസർബൈജാനെ ഞെട്ടിച്ചുകൊണ്ട് അർമേനിയയുടെ തോളിൽ കൈയിട്ട് ഇന്ത്യ വരികയാണ്. റഷ്യയും അതിനേതാണ്ട് ഒരു മൗനാനുവാദം നൽകി. കാരണം ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിട്ടും യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്കയൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. ഇതിനെല്ലാ പിന്തുണയും റഷ്യ നൽകുന്നു, അല്ലെങ്കിൽ റഷ്യയ്ക്ക് അതുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ട്. അതുകൊണ്ട് അർമേനിയയെ നമ്മൾ സഹായിക്കുന്നുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പം എല്ലാ കാര്യങ്ങളിലും മോസ്കോയ്ക്ക് ഇടപെടാനുള്ള ഒരു പരിമിതിയുണ്ട്. അവിടെയാണ് ഇന്ത്യ കയറി ഇടപെടുകയും ഈ പറയുന്ന അർമേനിയയ്ക്ക് എല്ലാ പിന്തുണ നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ 2020 മുതൽ ഇന്ത്യയുമായിട്ടുള്ള സൈനിക പങ്കാളിത്തം ഞങ്ങൾക്കേറെ ഗുണപ്പെട്ടു. ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിച്ച് അസർബൈജാനെ പ്രതിരോധിച്ചപ്പോൾ റിസൾട്ട് 100% പോസിറ്റീവായിരുന്നു. ഇക്കാര്യങ്ങൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞതോടുകൂടി ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങളിൽ കണ്ണുവെച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തുടങ്ങി. ഇവിടെ ഈ നാഗർണോ കറാബക്ക് മേഖലയുമായി ബന്ധപ്പെട്ട് വീണ്ടും സംഘർഷത്തിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇത് മനസ്സിലാക്കിയാണ് അസർബൈജാൻ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടും തുർക്കിയുമായിട്ടും കൂടുതൽ അടുത്ത് ആയുധങ്ങൾ സംഭരിക്കുന്നത്. പക്ഷേ ഈ അസർബൈജാനെക്കാട്ടും വലിയ രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അവർ ചൈനയുടെ ആയുധങ്ങളും അതുപോലെ തന്നെ തുർക്കിയുടെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു. നമ്മൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കുകയാണ്. അങ്ങനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചെങ്കിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ കിട്ടിയാൽ അർമേനിയയ്ക്ക് അസർബൈജാൻ്റെ ആക്രമണത്തെ വളരെ കൃത്യമായിട്ട് തടയാനും പ്രതിരോധിക്കാനും സാധിക്കും. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ പുതിയൊരു ഡിഫൻസ് പാർട്ണറെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അർമേനിയ. അതുകൊണ്ട് പ്രത്യേക പ്രതിനിധി സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അങ്ങനെ ഇന്ത്യ രഹസ്യമായി വെച്ചിരിക്കുന്ന പല ആയുധങ്ങളും അവർക്ക് നൽകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ വജ്രായുധമായ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ അവർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട രഹസ്യമായ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇക്കാര്യമൊന്നും നമ്മൾ പുറത്തിപ്പം ഔദ്യോഗികമായി പറയുന്നില്ല. നമ്മുടെ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, അതുപോലെ തന്നെ സ്വാതി എന്ന് പറയുന്ന റഡാർ സിസ്റ്റം, ഇതൊക്കെ അവർക്ക് വളരെയധികം പ്രയോജനപ്പെട്ടെങ്കിൽ അടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കതിന് വാങ്ങാനുള്ള സന്നദ്ധതയുണ്ട്, ഇതിനുള്ള പരിശീലനവും ഇന്ത്യ തരണം. ഇതൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് അർമേനിയൻ ഭരണകൂടം ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത്. അവർ ഇവിടെ വന്ന് നമ്മുടെ ആയുധങ്ങളുടെ പെർഫോമൻസ് ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ പുതിയൊരു രാജ്യവുമായിട്ടുള്ള സൈനിക കരാറിൽ, അല്ലെങ്കിൽ പുതിയൊരു രാജ്യവുമായിട്ടുള്ള ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ അർമേനിയയ്ക്ക് ഉള്ളിൽ തന്നെ നമുക്കൊരു സൈനിക താവളം ഉൾപ്പെടെ ഭാവിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബന്ധമാണ് ഇപ്പോൾ സൃഷ്ടിച്ചു വരുന്നത്. ഇതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് അസർബൈജാൻ മാത്രമല്ല, തുർക്കിയും അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. ഒപ്പം പിന്തുണ നൽകുന്ന പാകിസ്ഥാനും ഇതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.